രാഹുൽ ദയവ് ചെയ്ത് പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്ത കാര്യങ്ങൾ പറയരുത്. ഉത്തരവാദിത്തത്തോടു കൂടി ചർച്ചയിൽ പങ്കെടുക്കണം. ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഞാൻ പറയട്ടെ രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുണ്ടല്ലോ, അത് അങ്ങ് ദയവ് ചെയ്ത് ഇവിടെ വിളിച്ചു പറയരുത്. പക്ഷേ താങ്കൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിവാഹിതയാണ്. നമ്മൾ അത് അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല, പറയരുതെന്ന് ഞാൻ അങ്ങോട്ട് തടയുകയും ചെയ്തതാണ്. വിവാഹിതയായിട്ടും വിവാഹിതയാണെന്ന് പറയാതെ വഞ്ചിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിവാഹിതയാണെന്നറിയാം, വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് ഒരു ബന്ധത്തിലേക്ക് അത് പോവുകയും ആ ബന്ധം ഏത് തരത്തിൽ എത്തി എന്ന കാര്യമാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അപ്പോൾ താങ്കളുടെ ഇന്നലത്തെ വാദം പൊളിഞ്ഞു എന്നതെന്ന് സമ്മതിച്ചിട്ട് തുടങ്ങാം. ശരി സ്മൃതിജി, 3 കാര്യങ്ങൾ. ഒന്ന്, സ്മൃതിജി TV ചാനലുകളിൽ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിൽ വരികയും താങ്കൾ ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുകയും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്ത് പറയണം പറയണ്ട എന്ന് നന്നായിട്ടറിയാം. കേരളത്തിലെ മാധ്യമങ്ങളിലെ പണി തുടങ്ങിയിട്ട് ഇതിടയ്ക്കിടയ്ക്ക് പല ചർച്ചകളിലായി രാഹുൽ പറയുന്നുണ്ട്. ഞാൻ 22 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. ഞാൻ 25 കൊല്ലായി. ബാക്കി പറഞ്ഞോളൂ. അതിന് മുമ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൃതി മാഡം ചെയ്ത പരിപാടികളെക്കാൾ കൂടുതൽ പരിപാടികൾ ഈ പരിപാടി എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. രാഹുൽ ചെയ്ത പരിപാടി എന്തായാലും ഞാൻ ചെയ്യില്ലല്ലോ. ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല നിൽക്കുന്നത്. രാഹുൽ ചെയ്ത പരിപാടി എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഡിസംബർ 8 എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ റിപ്പോർട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ എഴുതി തന്നോ? അയ്യോ ഇല്ലല്ലോ. എന്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നമുക്ക് ഡിസംബർ 8 കാണാം. അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ആത്മവിശ്വാസം അല്ലേ? കേസ് പഠിച്ചതിന്റെ ആത്മവിശ്വാസമാണ്. ശബരിമല പോരാട്ടത്തിന് സുപ്രീം കോടതിക്ക് ഇറങ്ങിയതിന്റെ ആത്മവിശ്വാസമാണ്. സത്യമേ ഞാൻ പറയുന്നുള്ള ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് വിഷയത്തിലേക്ക് വരൂ. തൽക്കാലം ഈ വിഷയത്തിലേക്ക് വരൂ. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ. എന്ത് പറയാം എന്ത് പറയണ്ടെന്ന് ബാക്കി ആരെ കാട്ടില്ല ഞാൻ പറയും. അതായത് നമ്മുടെ വേദിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് പറയണമെന്ന് എനിക്ക് പറയാമല്ലോ രാഹുൽ. അങ്ങയുടെ അഭിപ്രായം പറയാം, നമ്മളൊന്നും തടയുന്നില്ല. പക്ഷേ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി പറഞ്ഞോളൂ. ഒരു നിയമ വിദ്യാർത്ഥിയായ ലോയറായ മാധ്യമങ്ങളിൽ ഇത്രയും വർഷം പരിചയമുള്ള ചർച്ചയ്ക്കിരുന്ന് എനിക്കറിയാം എന്ത് പറയണം വേണ്ട എന്നുള്ളത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. 22 വർഷം ന്യൂസ് ചാനൽ മാത്രമാണ്. അതിനു മുമ്പ് ഒരു 5 വർഷം ഞാൻ TV വർക്ക് ചെയ്തിരുന്നു. അപ്പൊ 27 വർഷമുണ്ട് എനിക്ക് മാഡത്തെക്കാട്ടി കൂടുതൽ. അത് ഓർത്തിരുന്നാൽ മതി. ഇനി പോയിന്റിലേക്ക്. ഇന്നലെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ അടക്കം അനുവദിച്ചത് സ്വാഗതാർഹമാണ്. ഇന്ന് ബെയിലും ഉണ്ട്. ആ ബെയിലിൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഒരു കാരണവശാലും ഞാൻ പറയില്ല. പറയണമെങ്കിൽ എനിക്ക് റിപ്പോർട്ടിൽ വന്നിരുന്ന് പറയണ്ടല്ലോ. എന്റെ യൂട്യൂബിൽ പറഞ്ഞാൽ മതി, ലക്ഷക്കണക്കിന് ആരും കേൾക്കും. പക്ഷെ അത് ഇന്നും പറയുന്നില്ല, ഇന്നലെയും പറയില്ല, നാളെയും പറയില്ല. ഇന്നലെ പരാതി കൊടുത്തുള്ളൂ, ഇന്നലെ അതിജീവിതയായുള്ളൂ. എനിക്ക് മിനിഞ്ഞാന്ന് പറയായിരുന്നല്ലോ. ഈ കുട്ടിയുടെ കല്യാണ ഫോട്ടോ അടക്കം എന്റെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് പറയാത്തത്? അത് ആ പുരുഷനും കൂടി മോശമായതുകൊണ്ടാണ്. ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു, ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും പറയില്ല. ഇനിയും താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം, അതിൽ ഒരു വരി സ്മൃതി മാഡം വിടുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങോട്ട് സൗഹൃദമാണ് ഈ പെൺകുട്ടി സ്ഥാപിച്ചത്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് രാഹുൽ ഇത് പറയൂ. വിവാഹിതയാണെന്ന് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തെ വഞ്ചിച്ചു എന്നല്ല അങ്ങ് പറഞ്ഞത്. അത് പൊളിഞ്ഞില്ലേ? അതാണ് സമ്മതിച്ചിട്ട് ഇതിലേക്ക് വരൂ. അല്ല താങ്കൾ വായിച്ചില്ലെന്ന് തോന്നുന്നു ബെയിൽ ആപ്ലിക്കേഷൻ. അതിന്റെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ ഒക്കെ വായിച്ചു. താങ്കൾ ഇത് പറയൂ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടോട്ടെ. താങ്കൾ ആ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടപ്പോ ആദ്യം വിവാഹിതയാണെന്ന് പറഞ്ഞല്ലോ പരിചയപ്പെട്ടത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.